ഡൽഹിയിൽ ജനവിധി എ.എ.പിക്ക് എതിരായി മാറിക്കഴിഞ്ഞു. ഇനി ഒരു തിരിച്ചുവരവിനുള്ള സാധ്യതകൾ ആം ആദ്മി പാർട്ടിക്ക് മുന്നിലില്ല. 10 വർഷങ്ങൾക്ക് മുൻപ് കോൺഗ്രസിനെ വീഴ്ത്തി ഡൽഹിയിൽ കളം പിടിച്ച ആം ആദ്മി പാർട്ടിക്ക് ഇന്ന് കോൺഗ്രസിന്റെ ദുർവിധിയാണ് കാലം കാത്തുവച്ചത്. അഴിമതിയും കോഴയുമെല്ലാമായി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് സർക്കാർ ഉണ്ടാക്കിയ ആം ആദ്മി പാർട്ടി വൻ വീഴ്ചയിലേക്ക് കൂപ്പുകുത്തുമ്പോൾ ബി.ജെ.പിക്കൊപ്പം കോൺഗ്രസും ചിരിക്കുന്നുണ്ടാകും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയേക്കാൾ എ.എ.പി ലക്ഷ്യം വെച്ചത് കോൺഗ്രസിനെയാണ്. കോൺഗ്രസ് മുൻകൈയെടുത്ത് രൂപീകരിച്ച ഇന്ത്യ മുന്നണിയിൽ നിന്ന് കോൺഗ്രസിനെ തന്നെ പുറത്താക്കാനുള്ള ഒരു നീക്കമാണ് ഡൽഹിയിൽ എ.എ.പി നടത്തിയത്. അതിനുള്ള ശിക്ഷ കൂടിയായി കാണാം ഈ തകർച്ച എന്നാണ് പറയാനുള്ളത്. ഡൽഹിയിൽ ഭരണം നിലനിർത്താൻ ശ്രമിക്കുന്ന ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ബി.ജെ.പി അവിശുദ്ധ കൂട്ടുകെട്ടാണെന്ന് പരസ്യമായി വിളിച്ചു പറയാൻ പോലും മടിച്ചില്ല. ഡൽഹിയിലെ ത്രികോണ പോര് അരവിന്ദ് കെജ്രിവാളിന് അംഗീകരിക്കാനായിട്ടില്ല എന്നതിന്റെ തെളിവായിരുന്നു ആ പരാമർശം. എ.എ.പി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ മറുവശത്ത് ബി.ജെ.പി കോൺഗ്രസ് ബാന്ധവമുണ്ടെന്ന് വരുത്തി തീർക്കാനാണ് കെജ്രിവാൾ ശ്രമിച്ചത്. കോൺഗ്രസ് ബി.ജെ.പി ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ ഒരു മത്സരം പാടില്ലെന്നും ബി.ജെ.പി ആം ആദ്മി പാർട്ടി എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് നീങ്ങണമെന്നും മുൻ മുഖ്യമന്ത്രി ആഗ്രഹിച്ചിരുന്നു. ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പോരാട്ട ചൂടിൽ നിന്ന് കോൺഗ്രസ് പടിക്ക് പുറത്തു നിൽക്കണമെന്നാണ് കെജ്രിവാൾ ആഗ്രഹിച്ചത്. എ.എ.പിക്ക് വേണ്ടി ഒരു ഉപേക്ഷയും വിചാരിക്കാതെ കോൺഗ്രസ് പിന്മാറണമെന്ന ഡിമാൻഡ് ഇന്ത്യ ബ്ലോക്കിൽ നിന്നുകൊണ്ട് സമ്മർദ്ദ തന്ത്രമായി പ്രയോഗിച്ചു നോക്കാനും കെജ്രിവാൾ തയ്യാറായില്ല. പക്ഷേ ദേശീയ നേതൃത്വത്തിനപ്പുറം ഡൽഹിയിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് സംസ്ഥാന നേതൃത്വങ്ങൾക്ക് ഈ വിട്ടുവീഴ്ച അംഗീകരിക്കാനാവില്ലായിരുന്നു. വിട്ടുകൊടുത്തും പിൻവാങ്ങിയും സഖ്യത്തിനുള്ളിൽ കോൺഗ്രസ് ഞെരുങ്ങി ഒതുങ്ങുന്നുവെന്ന് അണികൾ അലമുറയിട്ടതോടെയാണ് കോൺഗ്രസ് ഡൽഹി തിരിച്ചുപിടിക്കാൻ രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങിയത്. ആം ആദ്മി പാർട്ടിയാകട്ടെ 2013 കോൺഗ്രസിന്റെ ഹാട്രിക് ഭരണം അവസാനിപ്പിച്ച് പിടിച്ചെടുത്ത ഡൽഹി തങ്ങളുടെ ഉള്ളം കൈയിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി ഇന്ത്യ മുന്നണിയിൽ നിന്ന് വരെ കോൺഗ്രസിനെ പുറത്താക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യ ബ്ലോക്ക് എന്ന സമ്മർദ്ദ തന്ത്രത്തിൽ കോൺഗ്രസിനെ പിടിച്ചുലയ്ക്കാൻ കഴിയുന്നില്ല എന്നായപ്പോൾ മറ്റ് ഇന്ത്യ സഖ്യകക്ഷികളെ തങ്ങൾക്കൊപ്പം നിർത്തി കോൺഗ്രസിനെ മുന്നണിയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് എ.എ.പി നടത്തിയത്. കോൺഗ്രസ് മുക്ത ഇന്ത്യ ബ്ലോക്ക് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പായി ഡൽഹിയിലെ പോരാട്ടം മാറ്റുവാനാണ് എ.എ.പി ശ്രമിച്ചത്. പിന്നാലെ കോൺഗ്രസിനെ ബി.ജെ.പിയേക്കാൾ ശക്തിയോടെ പരിഹസിക്കാനും ആക്രമിക്കാനും ആം ആദ്മി പാർട്ടി മുന്നിട്ടിറങ്ങുന്നതിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ഡൽഹിയിൽ ബി.ജെ.പിക്കപ്പുറം അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ലക്ഷ്യമിട്ടത് കോൺഗ്രസിനെ നിലംപരിശാക്കാനായിരുന്നു. ഒടുവിൽ സ്വയം ഇല്ലാതാകുന്ന എ.എ.പിയെയാണ് ഡൽഹിയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. കോൺഗ്രസ് മുക്ത ഇന്ത്യ മുന്നണി എന്ന മുദ്രാവാക്യം ക്ലൈമാക്സിലെത്തുമ്പോൾ എ.എ.പി മുക്ത ഇന്ത്യ മുന്നണി എന്നതിലേക്ക് വഴിമാറിക്കഴിഞ്ഞിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിനെ പൂട്ടാൻ ഇന്നലത്തെ മഴയ്ക്ക് കിളിർത്തു വന്ന തകരകളായ എ.എ.പിക്ക് സാധിക്കില്ലെന്ന് അന്നേ നമ്മൾ മുന്നറിയിപ്പ് നൽകിയതാണ്. പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എ.എ.പി മുക്ത ഇന്ത്യ മുന്നണി എന്ന ലക്ഷ്യം വിയർപ്പൊഴുക്കാതെ തന്നെ കോൺഗ്രസ് നേടിക്കഴിഞ്ഞിരിക്കുകയാണ്.